ഹായ്, ഇന്ന് ജൂൺ 28. ഇന്ന് പാച്ചുവിന് പോളിയോ ദിവസമായിരുന്നു. ഞാനും പാച്ചുവും ചേട്ടായും കൂടെ രാവിലെ തന്നെ പോളിയോ കൊടുക്കുന്നതിന് വേണ്ടി ഇറങ്ങി. നല്ല മഴയുള്ള ദിവസം തന്നെയായിരുന്നു. ഇന്ന് കൊച്ചുറാണി ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു പാച്ചുവിനെ കൊണ്ട് പോയത്. ആദ്യമായിട്ടാണ് കൊച്ചുറാണി ഇല്ലാതെ ഞങ്ങൾ പുറത്തോട്ട് പോകുന്നത്. ആ, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്, കാരണം നല്ലൊരു ക്ലൈമറ്റുള്ള ദിവസമൊക്കെ ആയിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. ചേട്ടനൊക്കെ നോക്കി നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക പതുക്കെ പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയാണ് പോളിയോ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം ചേട്ടൻ്റെ ഒരു ഗസ്റ്റ് വെച്ച് ഞങ്ങളൊരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു വായനശാലയുടെ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നല്ല മഴയുള്ളൊരു ദിവസം തന്നെയായിരുന്നു. രജിസ്ട്രേഷനും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പാച്ചുവിന് പോളിയോ കൊടുക്കാൻ പോയി. ആദ്യത്തെ ഡ്രോപ്പ് പുള്ളി എടുത്തു കഴിഞ്ഞ ശേഷം പുള്ളിക്ക് മനസ്സിലായത് പന്തികേടാണെന്നുള്ളത്. അത് പുള്ളി കഴിച്ചു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കഴിക്കേണ്ടി വന്നു. പക്ഷെ രണ്ടാമത്തെ ഡ്രോപ്പ് ഭയങ്കര പാടായിരുന്നു അവനൊന്ന് എടുക്കാൻ വേണ്ടി. ഞാനും ആ ചേച്ചിയുടെ മാക്സിമം ട്രൈ ചെയ്തു അവൻ വാ തുറക്കാൻ വേണ്ടി. അവൻ എന്ത് ചെയ്താൽ വാ തുറക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കൈയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വാ തുറന്ന് ആ ചേച്ചിയുടെ ചെറിയൊരു ഡ്രോപ്പ് അവരുടെ ചുണ്ടായി വീണു. അങ്ങനെയാണ് അവൻ രണ്ടാമത്തെ ഡ്രോപ്പും റിസീവ് ചെയ്തത്. എനിക്ക് തോന്നുന്നു പോളിയുടെ മരുന്നിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷെ കരഞ്ഞൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു 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 ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു മുഖത്ത്. വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ ചെറിയ മാർക്ക് കിട്ടി. അപ്പം മറ്റേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നിയിട്ട് നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കയ്യിൽ മരുന്ന് ഇങ്ക് തയ്ക്കുകയാണ്. അതേപോലെ തന്നെ പാച്ചുവിൻ്റെ കയ്യിലും ഇങ്കൊക്കെ പുരട്ടി ഞങ്ങൾ പെട്ടെന്ന് 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. ചേട്ടൻ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പാച്ചുവിനെ, പക്ഷെ അത്ര ചിരിയില്ല. എന്നാലും പുള്ളി കുഴപ്പമൊന്നുമില്ലാതെ ആക്റ്റീവായിട്ട് നിന്നു. പക്ഷെ ഇപ്പോഴും ആ ഒരു രുചി നാളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി നുണയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. ചെറുതായിട്ടൊന്ന് മഴ തോർന്നു നിൽക്കുന്ന സമയമായിരുന്നു ഞങ്ങൾ പോളിയോക്ക് കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. തിരിച്ചെത്തിയപ്പോൾ കൊച്ചുറാണിയും ചേച്ചിയും എല്ലാം പുറത്തുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് കയറി. പാച്ചു ചിരിച്ചാട്ടൊക്കെ കയറിയിരിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു. ഞാൻ പാച്ചുവിന് ചേച്ചിയായിട്ട് കൊടുത്തു. ആ ചേച്ചി കളിപ്പിച്ചുകൊണ്ടൊക്കെ പിന്നെ ഇരുന്ന് ഒരു കുഴപ്പമില്ലാതെ പോയി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഡേ കേട്ടോ. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം പോളിയോ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. അപ്പം പാച്ചു പോളിയോ കഴിഞ്ഞ് നല്ല ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞ് പുള്ളി പതുക്കെ ഏറ്റു. അപ്പം നിങ്ങളുടെ കുട്ടികൾ ഇന്ന് തന്നെ പോളിയോ എടുക്കുക. പോളിയോ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നമ്മുടെ രാജ്യത്ത് പോളിയോ സർക്കാർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. അപ്പം നിങ്ങൾ